ഈ പെങ്കൊച്ചിന്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമാ. അനൂപേ, അപ്പൊ വീട്ടില് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താടാ കുഴപ്പമാവോ? ആ കുഴപ്പമാണ്. നമ്മൾ പ്ലാൻ ചെയ്തത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നൂറിനെ അവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാന്നല്ലേ. പക്ഷേ അതിപ്പോ നടക്കില്ലല്ലോ. കാര്യങ്ങളൊക്കെ അവരെ അറിഞ്ഞ സ്ഥിതിക്ക് അവിടേക്ക് പോകുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യ. ഇനി ഇവിടെ ഇങ്ങനെ തർക്കിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു. അവരുടെ കൈ കിട്ടിയ രണ്ടിനെയും വെറുതെ വിടില്ല. അതെ, സംഭവം ഇവളുടെ വീട്ടിൽ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റാം. നീ ആ വണ്ടിയുടെ കീ തന്നെ. ഈ വണ്ടിയുടെ കീ നീ എടുത്തോ. വേഗം വാ. അനൂപേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വഴിയുണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു കല്യാണം നടന്നു. പെണ്ണിന്റെ പേര് നൂർജഹാൻ, ചെറുക്കന്റെ പേര് അനൂപ്. അവര് കല്യാണം കഴിഞ്ഞ് പോയല്ലോ. നസീറേ, അവളും അവനും ഈ ജില്ല വിട്ടു പോകരുത്. രണ്ടിനെയും പൊക്കണം. രണ്ടിനെയും പൊക്കിയിട്ടേ നസീർ വരത്തുള്ളൂ ബാപ്പ. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ രണ്ടിനെയും കൊന്നെങ്കിലും ഞാൻ കൊണ്ടുവരും. അങ്ങനെ ടെന്റിന്റെ പരിപാടി കഴിഞ്ഞു. ഇതില് ഞാനും പപ്പിയാ കിടക്കുന്നത്. അത് ശരി. അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടുപേരും എവിടെ കിടക്കും? കുട്ടികൾക്കാ മുൻഗണന. ചൈൽഡ് ഈസ് ഫസ്റ്റ് എന്നാ. അതെ, തന്റെ കളക്ടർ പദവി ഒന്നും ഇവിടെ ചെലവാവില്ല. എന്റെ ശാലിനി, ഇതേ പുതിയ യുഗ. ഇവര് പറയണതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഈ രണ്ടെണ്ണത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടേ മിക്കവാറും നമ്മളിതേ ഈ പാറപ്പുറത്തോ ഈ തേയിലയുടെ ഇടയിലൊക്കെ കിടക്കേണ്ടി വരും. പിന്നെ ഇവിടെ കാട്ടാനുള്ളതുകൊണ്ട് മറ്റു മൃഗങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വിഷ്ണുട്ടപ്പം ഇവിടെ കാട്ടാനുണ്ടോ?